ജനക്കൂട്ടം നമുക്ക് പിന്നിലുണ്ട് എന്നും ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും, ഒരു വിഷയം കൊണ്ട് അതെന്തോ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് കോൺഫിഡൻസ് കൂട്ടുന്നുണ്ടോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ? കോൺഫിഡൻസ് കൂട്ടുന്നുണ്ടോ ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയോ ആണ് ആളുകൾ ഇഷ്ടപ്പെട്ടത്. അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ആയിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. കാര്യം ഞാൻ ചിലപ്പോൾ മോശമായിട്ട് ഇനി ഒരു ദിവസം പെരുമാറിയാൽ ഇവർ എന്നെ പറ്റി മോശം പറയും. പക്ഷേ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണ് ആ സപ്പോർട്ട് ചെയ്ത എല്ലാവരും. സിനിമ നന്നാവുന്നു, ഞാനത് ശരിക്കും ഫീൽ ചെയ്യുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലാണ്. ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുന്നത്. സുഹൃത്തുക്കൾ വന്ന് സിനിമ ചെയ്യുന്നു, അവരെല്ലാം ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് അതൊരു വലിയ ആഡ് ഓൺ തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ താഴെ ഞാൻ കണ്ടത് ഒരു സങ്കടപ്പെടുത്തിയ കമന്റ് ബോക്സ് ആയിരുന്നു. അത് മതമാണ്, അവിടെ മതസൗഹാർദ്ദം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുറക്കുന്ന ആ പോയിന്റ് വരെ നമ്മൾ ഇതിൽ മതം കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അവരത് ഇടുന്നതെന്ന് അറിയോ? ഇപ്പം അത്രയും പോസിറ്റീവ് ഉണ്ടായിട്ട് നമ്മൾ ആ കമന്റ്സ് വായിച്ചു, നമ്മൾ മറന്നുപോയി, നമ്മൾ ആസ്വദിച്ചു മറന്നുപോയി. നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എഴുതിയത് കൊണ്ടാണ്. അത് തന്നെയാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നെഗറ്റീവ് പറയുന്നത്. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും സിനിമയ്ക്കൊരു തീരുമാനമുണ്ട്. അതിപ്പം ഞങ്ങൾ എല്ലാ ഹണീബിയിലൊക്കെ ഇനീഷ്യൽ കാസ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റില്ല. ഇപ്പം ആംബ്രോ ചെയ്യാനിരുന്നത് വേറൊരാളായിരുന്നു, ബാബുവേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യാനിരുന്നത്, അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ബാബുവേട്ടൻ്റെ ശരിക്കും അപ്പുറത്തെ ഗ്യാങ്ങിലായിരുന്നു. പക്ഷെ സിനിമ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ നമുക്കത് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. കെട്ടിയോളുടെ ശേഷം അറിയാലോ, നമുക്ക് അതിനെ നെഗറ്റീവായിട്ടും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മാരിറ്റൽ റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്തു എന്ന് പറഞ്ഞ നമ്മളിപ്പം അതിനകത്ത് ശ്രീവാച്ചൻ നമ്മുടെ പ്രതിനിധി, അപ്പോൾ അയാൾ ഒരു തെറ്റ് ചെയ്തു, അത് അയാൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റാണ്, ഇങ്ങനെയല്ല ഒരു സ്ത്രീനെ സമീപിക്കേണ്ടത്. അന്ന് ആ സെറ്റിലെ ഒരു എങ്ങനെയായിരുന്നു ആസിഫ് ഖാൻ ഒരു ശ്രീവാച്ചനാവലും? ശ്രീവാച്ചന് ഇപ്പൊ ഞാനും തങ്കവും കൂടെ ഇരുന്ന് സംസാരിക്കണ നിൽക്കും മനസ്സിലാവും ശ്രീവാച്ചനെ എവിടെ കിട്ടിയത്. ഈ പറഞ്ഞ നമ്മൾ അടിയോ സമീപം ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട്. ഈ പറഞ്ഞ ട്രാവൽ ചെയ്ത് കാടിനകത്ത് പോയി ഷൂട്ട് ചെയ്ത് ഞാൻ ഒറ്റ സീനിലാണ് അതിനകത്തുള്ളത്, ആ ട്രെയിനിൽ വരുന്നത്. അത് തന്നെ ഷൂട്ട് ചെയ്ത് അന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. ഞാൻ എഞ്ചിൻ റൂമിൽ ഇരിക്കുക. അപ്പൊ ഇവന്റെ അടുത്ത് പറയണ ട്രെയിൻ നിർത്ത്, പുറകോട്ടെടുക്കുക എന്നുള്ള പറയുന്നത്. അപ്പൊ ഈ ലോക്കോ പൈലറ്റ് ഇങ്ങനെ സാറ് ഇത് കാരണം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആസിഫ് അലി, നഹാസ് നാസർ ആൻഡ് തങ്കം. വെൽക്കം. താങ്ക് യു. ഈ ലുക്ക് ഇപ്പൊ ഇന്നാള് മീഡിയക്കാരോട് പറഞ്ഞേ ഉള്ളൂ, എനിക്ക് സ്ഥിരമായ ഒരു കോലം ഇല്ല. ഈ കോലം അപ്പൊ അവർ ആദ്യം തീരുമാനിച്ചതാണ്. അപ്പൊ എനിക്ക് അത് കൺവിൻസ്ഡ് ആവാനുണ്ടായിരുന്നു. കാര്യം അത്രയും വലിയൊരു ലുക്ക് ചേഞ്ച് പിടിക്കും, അത് വേർത്തി ആണെന്ന് തോന്നണം, അത് കൃത്യമായിട്ട് ഉപയോഗിക്കണമല്ലോ. അപ്പം അത് കൂടുതൽ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ അത് ഇച്ചിരി റിസ്ക് ഉള്ള ലുക്കാണത്. അപ്പൊ അത് അങ്ങനെ പിടിച്ചത്. പക്ഷേ ആ ക്യാരക്ടറിന് ആ ലുക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 30% എന്റെ പണി ഈസി ആയിരുന്നു. ഹെയർ ലൈൻ ഒക്കെ ഡിഫറെന്റ് ആയി. അതെ, ഞാൻ ഈ 2 ഷേവ് ചെയ്ത് ആദ്യം കഥ പറഞ്ഞു കഴിഞ്ഞ് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നാസന്റെ അടുത്ത് ചെയ്തു, പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നാസ് വെച്ച കണ്ടീഷനും അത് തന്നെയായിരുന്നു. അജി പീറ്റർ തങ്കം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററെ ഞങ്ങൾക്ക് അറിയാം. ഇവിടെ എത്തിയപ്പോൾ തങ്കം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ടു. ആ പേരിലെ മാറ്റത്തിൽ തുടങ്ങട്ടെ, എന്തായിരുന്നു അങ്ങനെ ഒരു പേര്? അങ്ങനൊന്നുമില്ല, തങ്കം എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. പിന്നെ ആ പേരങ്ങ് വെച്ചു. സ്നേഹമുള്ള ഒരു തങ്കായി എന്ന് വിളിക്കും. ഇതിലേക്ക് ഇപ്പൊ പറഞ്ഞു കെട്ടിയോളാണ് എന്റെ മാലാക സമയത്ത 2023 നിങ്ങളുടെയൊക്കെ പോസ്റ്റുകൾ നോക്കിയാലും അതിൽ സൗബിൻ ഖാൻ കൂടെ വരുന്ന രീതിയില്ല, സൗബിൻ ആസിഫ് കോംബോ എന്നാണ്. അങ്ങനെ ഒരു ചേഞ്ച് എന്താ വരാൻ കാരണം? ഇപ്പോഴേക്ക് അത് എന്താ പറയാ, ഇപ്പം നമ്മൾ അങ്ങനെയാണ് സിനിമ പ്ലാൻ ചെയ്തത്. പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ടും സുരാജേട്ടൻ ആസ്വിക്കയിലേക്ക് എത്തുമായിരുന്നല്ലോ, എല്ലാം സംഭവിക്കുന്നതല്ലേ. അതിൻ്റെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ടൊരു 4 മാസത്തെ ബ്രേക്ക് വന്നു. അപ്പം നമ്മുടെ ഡേറ്റ്സ് എഗെയിൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സുരാജേട്ടനായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്ന ഒരു ഓപ്ഷനും സുരാജേട്ടൻ തന്നെയായിരുന്നു. അപ്പം രണ്ടുപേരും ഈ ക്യാരക്ടറിന് ആപ്റ്റാണ് എന്ന് വന്നു. പിന്നെ സൗബിൻ്റെ ഡേറ്റ്സും നമുക്ക് സോർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ സുരാജേട്ടൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം മുതൽ അറിയാം. സുരാജേട്ടന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ അത് വന്നപ്പം നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും സിനിമയ്ക്കൊരു തീരുമാനമുണ്ട്. അതിപ്പം ഞങ്ങൾ എല്ലാ ഹണീബിയിലൊക്കെ ഇനീഷ്യൽ കാസ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റില്ല. അത്രയും വേറെ പേരുകളായിരുന്നു. ഇപ്പം ആംബ്രോ ചെയ്യാനിരുന്നത് വേറൊരാളായിരുന്നു, ബാബുവേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യാനിരുന്നത്, അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ബാബുവേട്ടൻ്റെ ശരിക്കും അപ്പുറത്തെ ഗ്യാങ്ങിലായിരുന്നു. പക്ഷെ സിനിമ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇനിയിപ്പോ നമുക്ക് അത് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് സുരാജേട്ടന്റെ ഈ കാസ്റ്റിംഗ്. നമ്മളിത് സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരാളെ അതിലേക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ശ്രീവാച്ചൻ എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ ഇതിൽ കൂട്ടുകാരനെ ഞങ്ങൾ കേൾക്കുന്നുള്ളൂ, പേര് കേട്ടിട്ടില്ല. അപ്പൊ ആ കൂട്ടുകാരനെ എങ്ങനെയാ ഒന്ന് എഴുതി വരുന്നത്? തോട്ട് വന്നത് ഒരു
ഇതിൻ്റെ ഒരു പകുതി എൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ്. ബാക്കി നമ്മൾ എഴുതി എക്സിക്യൂട്ട് ചെയ്തതാണ്. പിന്നെ 2 വ്യത്യസ്ത ധ്രുവത്തിലുള്ള 2 നല്ല മനുഷ്യരാണ് നമ്മൾ കാണിച്ചത്. വളരെ നല്ല മനുഷ്യനാണ് ബോസും കൂട്ടുകാരനും. 2 നല്ല വ്യക്തികളാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ സുരാജേട്ടനെ എന്ന് പറഞ്ഞപ്പം ട്രെയിലറും അത് മുന്നേ ഇറങ്ങിയ പാട്ടിലും ഒരു ഫുൾ ടൈം തണ്ണി എന്നുള്ള ലെവലിലാണ്. അപ്പുറത്ത് നിൽക്കുന്നത് സുരാജേട്ടനാണ്, ഇതിന്റെ എക്സ്പേർട്ട് ആയിരുന്നല്ലോ സിനിമകൾ മുഴുവൻ ചെയ്തിട്ടുള്ള. സുരാജേട്ടനായിട്ടുള്ള കോംബോ മല്ലു സിംഗിലും ഒന്നും കോംബോ ആയിട്ട് ഇല്ല. ഞാൻ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ മാത്രമാണ് ഞങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒന്നിലും ഇല്ല. ഞങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും സുരാജേട്ടനും ഒരു ദിവസം ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സംസാരിച്ചാണ്. കാര്യം ഞാൻ സുരാജേട്ടനെ പരിചയപ്പെട്ടപ്പോൾ മുതലുള്ള ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ട്. പല സമയത്തും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. പക്ഷെ ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇതുവരെ. പക്ഷെ ഈ സിനിമയിലാണ് അത് ഇത്രയും നാളെ കാത്തിരുന്നത്, ഇങ്ങനെ ഒരു കോംബോ വരാൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യം ഈ സിനിമയുടെ ഒരു മേജർ പാർട്ടിൽ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ഒരു ട്രാവലാണ്. വേറെ ഒരാളില്ല അതിൻ്റെ അകത്ത് ഒരു സമയം വരെ. പക്ഷെ അത് ഭയങ്കര എനിക്ക് ആ കെമിസ്ട്രി വർക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം അതാണ്. സുരാട്ടനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഉണ്ട, തല്ലുമാല, പിന്നെ ഒരുപാട് മോഹൻലാൽ അല്ലേ, ഒരുപാട് പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. പിന്നെ കെട്ടിയോള് ഒക്കെ ആയിട്ട്. അപ്പൊ ഡിഫറെന്റ് സ്കൂളുകളിലാണ് വർക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റും. ഇന്ന് അവിടെ നിന്ന് അഡിയോസ് അമിഗോയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു സിനിമയാണല്ലോ സംഭവിക്കണേ. അപ്പം ഈ പല പല സ്കൂളുകളിൽ നിന്നുള്ള ഒരു ലേണിംഗിൽ ഇവിടേക്ക് എത്തിയത് പല പല സ്കൂളുകളിൽ നിന്ന് വന്നിട്ട് ഈ സിനിമ പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതൊരു വേറെ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ ഇതുവരെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സിനിമകളുടെ പാറ്റേൺ ഒന്നും പോലത്തെ ഒരു സിനിമ അല്ലായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് അതിലെ ഡയലോഗ്സ് ഭയങ്കരമായിട്ട് വർക്കായി. 2 ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാണ്. അപ്പൊ ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത് വന്ന സിനിമകളുടെ അതേ ഒരു പാറ്റേൺ ഒന്നും അല്ല ഈ മൂവി. ഒരു എക്സ്പെരിമെന്റൽ ഒരു പരീക്ഷണമാണ്. ഈ കഥ ആലോചിച്ചത് ഈ പറഞ്ഞ കെട്ടിയോളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അല്ലെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നോ? പണ്ട് തൊട്ടുള്ള ഇത് തന്നെയായിരുന്നു. തങ്കം ഇങ്ങനെ പല സമയത്തായിട്ട് കണ്ടുമുട്ടിയ ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ കുറെ എക്സ്പീരിയൻസ് എന്നുള്ളതും കുറച്ച് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലേവറും ഒക്കെ ചേർത്ത് തങ്കം ഒരു സ്ക്രിപ്റ്റ് ചെയ്യും. അതാണ് തങ്കത്തിന്റെ പിന്നെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. തങ്കൻ ചേട്ടന്റെ സ്ക്രിപ്റ്റിൽ ആക്ച്വലി ഇപ്പൊ ഈ പടത്തിൽ അഡിയോസിൽ തന്നെ ആണെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പടം കാണുന്ന ഒരു പ്രേക്ഷകർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ക്യാരക്ടേഴ്സ്. അങ്ങനെ ആസിഫ് ഈ സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞ സിനിമയുണ്ട്. സിനിമകളുടെ ഭാഗമായിട്ട് സൗഹൃദങ്ങൾ പറഞ്ഞപ്പോൾ ആസിഫ് ഖാനെ പറഞ്ഞിട്ടുണ്ട് റോഷനുമായിട്ട് ഷാനു സുമേഷ് ബന്ധം, കൊത്തില് നിഖിലായിട്ടുള്ളതിനേക്കാൾ ഒരു കെമിസ്ട്രി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പം കിളിബോയില്, പിന്നെ നമ്മുടെ കാസർഗോഡിലാണെങ്കിലും ആൽബിയും ഫൈസിയും അങ്ങനെയുള്ള ഇതിൽ നമ്മളൊന്ന് ബിൽഡ് ചെയ്യണം. ഇപ്പൊ ഇവര് സിനിമ ചെയ്ത് 2 പേര് അഭിനയിക്കുന്നു എന്നതിലപ്പുറം ഇവര് സുഹൃത്തുക്കളാന്ന് തോന്നണം. ആസിഫ് ഖാനെ പറഞ്ഞ ബൈക്കിലെ സീനിലൊക്കെ കൊത്ത് കഴിയുമ്പോൾ നമുക്കൊരു ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മളൊരു അങ്ങനെ 2 സ്റ്റാർ മൂവീസിൽ അത് ബിൽഡ് ചെയ്യുക സൗഹൃദം എന്നുള്ളത്? അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചല്ലേ ഇരിക്കുന്നത്. നമുക്ക് എല്ലാവരുമായിട്ട് അത് സംഭവിക്കണം എന്നില്ല കേട്ടോ. ചില സിനിമകൾക്ക് ചില പ്രത്യേക ആളുകൾ നമ്മൾ ഈ വൈബ് മാച്ച് ആവണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരുപോലെ സിനിമയെ കാണുന്ന ആളുകൾ തമ്മിൽ പെട്ടെന്ന് അടുക്കാൻ പറ്റും. ഞാൻ അധികം സിനിമ ചെയ്യുന്നത് ഇപ്പോൾ ഓൺ സ്ക്രീനിലുള്ളവരാണെങ്കിലും ഓഫ് സ്ക്രീൻ. ഇപ്പം എനിക്കൊരു സംവിധായകൻ്റെ കൂടെ പോയിട്ട് ഒരു ഡയറക്ടറും ആക്ടറും ആയിട്ട് നിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. 2 സുഹൃത്തുക്കളായിരിക്കണം എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അതും ലൊക്കേഷനിൽ എത്തുന്നതിന് മുന്നേ അങ്ങനെ ഒരു റിലേഷനിലേക്ക് എത്താൻ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും ഇടും. അത് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പോലും അത് സംഭവിക്കും. അപ്പൊ അതിന് ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ ഓൺ സ്ക്രീനിൽ നമുക്ക് ഈ ഒരു കെമിസ്ട്രി വർക്ക് ആയാലും അതൊരു അഡീഷൻ ആണ്. നമ്മൾ സ്ക്രിപ്റ്റിലുള്ളതിനേക്കാളും നമുക്ക് ചിലപ്പം നമ്മുടെ ഒരു ചെറിയ മാനറിസം ഒക്കെ അതിന് സഹായിക്കും അങ്ങനെയുള്ള ഒരു റിലേഷൻ വരുമ്പോൾ. അത് ഇപ്പൊ എപ്പോഴും ഇപ്പൊ റോഷനായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത് സ്പെഷ്യലി ഫീൽ ചെയ്തിട്ട് ബീച്ചേട്ടനായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തലവേനിൽ എനിക്ക് അതും പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രിക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി. എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ സുരാജേട്ടനായിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ ആ ഷൂട്ട് തുടങ്ങി അന്ന് മുതൽ ഞാനും സുരാജേട്ടനും ഒരുമിച്ചാണ്. ഞങ്ങളും റൂമിലാണെങ്കിലും കിടക്കുന്ന സമയം മാത്രമാണ് ഞങ്ങൾ 2 റൂമിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എല്ലാം ഒരുമിച്ചായിരിക്കും. ലൊക്കേഷനിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു രാത്രി നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു. അതും പിറ്റേ ദിവസം ഷൂട്ടിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണം എന്ന് വെച്ചാൽ അതൊരു അഡീഷൻ ആണ്. അത് കിട്ടിയാൽ ലോട്ടറി, കിട്ടിയില്ലെങ്കിലും ഓക്കെ. അതിലൊരു എഫേർട്ടും കൂടെ വരുന്നുണ്ടല്ലോ അല്ലെ, ഒരു ആക്ടറിന്റെ ഭാഗത്തുനിന്നുള്ള. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് ഈ സ്ക്രീൻ എഫേർട്ട്ലെസ് ആക്കാനാണ്. ഒരുപാട് പബ്ലിക്കിൽ ചെയ്തിട്ടുള്ള സീനുകളുണ്ട് ഇതില്. അത് സിനിമ ഒരു ട്രാവൽ മൂവി ആണല്ലോ. അപ്പം നമ്മൾ റോഡിലും വൈറ്റില ഹബിൽ 10 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ,
അത് ഫുള്ള് റോഡിലും ക്രൗഡിലും തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആ പടം നമുക്ക് എല്ലാവർക്കും ഒരിച്ച് ആശ്വാസം കിട്ടിയ റാവീസ് ഷൂട്ട് ചെയ്തപ്പോഴാണ്. ഹോട്ടൽ സീനുകൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ സൗഹൃദത്തിന് തന്നെ പറഞ്ഞാല് സാധാരണ സിനിമാ സൗഹൃദങ്ങളൊന്നും സിനിമക്കാർ സൗഹൃദങ്ങൾക്ക് അത്ര വില കൊടുക്കാറില്ല എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് സിനിമയിലൊന്നുമല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, എനിക്ക് ഇവിടെ എല്ലാം ചെയ്തു പോകുന്നു എന്നുള്ള ഇങ്ങനെ പറയുന്നത് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷെ ആസിഫ് ഖാൻ എന്ന് വ്യത്യസ്തനാണ്. റിയൽ ലൈഫിലും ഇതേ സിനിമാക്കാരുടെ സൗഹൃദങ്ങൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഫാമിലീസ് തമ്മിലുള്ള ബോണ്ട് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സൗഹൃദങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സിനിമാക്കാർക്കിടയിൽ സൗഹൃദങ്ങൾ മറ്റുള്ളതുപോലെ അല്ലാന്ന്? അല്ല, എനിക്ക് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിലെ ഫ്രണ്ട്സ് ആണ് ഉണ്ടാവുക കൂടുതൽ. നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നു. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം മിനിമം 40 ദിവസം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ടിംഗ് ഡേയ്സ് കൂടാതെ ഇതിന്റെ പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഒരു സൗഹൃദം വരും. അത് പല സമയത്തും ആ സൗഹൃദം വലുതാകും. നമ്മൾ തമ്മിലുള്ള സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങും. ഇപ്പം എനിക്കും അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട്, ഇപ്പം കെട്ടികളാണെൻ്റെ മലാഖ ചെയ്യുന്നതിന് ശേഷം നിസാമും തങ്കവും ഒക്കെ ആയിട്ടുള്ള എൻ്റെ റിലേഷൻ അങ്ങനെയുള്ളതാണ്. ഒരു പരിധിവരെ റൊഷാക്കിൽ പോയി അങ്ങനെ ഒരു വേഷം ചെയ്യാൻ കാരണമായതും ആ സൗഹൃദമാണ്. അപ്പോൾ ആ സൗഹൃദം ഉണ്ടാകുന്നത് ജെനുവിനാണ്. അതൊരിക്കലും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ തന്നെ ഇപ്പോൾ എനിക്ക് ഷൂട്ടില്ലാത്ത സമയത്താണെങ്കിൽ എനിക്കൊരു ട്രിപ്പ് പോകണമെന്നോ ഒന്ന് പുറത്ത് പോകണമെന്നോ തോന്നിയാൽ എൻ്റെ ഫ്രണ്ട്സ് സിനിമയിൽ നിന്ന് തന്നെയാണ്. കാര്യം എൻ്റെ ലോകം അതാണ്. അപ്പൊ അത് ജെനുവിനാണ്. എനിക്ക് അറിയില്ല ആളുകൾ അത് മാറ്റി പറയണത് എന്തുകൊണ്ടാണെന്ന്. ഉറപ്പായിട്ടും എന്ത് സൗഹൃദം കൊണ്ട് എന്തോരം നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട്. എത്രയോ പേര് സിനിമകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സുഹൃത്തിന് ഒരു വേഷം കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് സിനിമയിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. സൗഹൃദങ്ങളുടെ പേരിൽ സിനിമ ഇഷ്ടം പോലെ അല്ലേ. നമ്മളിപ്പം മോഹൻലാൽ പ്രിയദർശൻ സിനിമകൾ എടുത്തു നോക്കിയാൽ ആ സിനിമയിൽ ഇവരുടെയൊക്കെ പെർഫോമൻസിന്റെ തന്നെ വലിയൊരു കാരണം ഇവരുടെ സൗഹൃദമാണ്. ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഹ്യൂമർ ചെയ്യുന്ന സമയത്താണെങ്കിലും സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ പോലും ഇവൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ഒരു സുഹൃത്തെന്ന നിലയിൽ അറിയാൻ പറ്റും. അപ്പം സൗഹൃദം എപ്പോഴും സിനിമയിൽ വലിയൊരു അഡീഷൻ ആണ്. ബിടെക്കില് ഈ പറഞ്ഞ പോലെ ബിടെക്കിന്റെ ഒരു സൗഹൃദം നിങ്ങൾക്ക് പിന്നെ ഉറപ്പായിട്ടും മൃദുൽ VKP സാറിന്റെ അസോസിയേറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അതൊരു വലിയ ഒരു ലൈഫ് ലോങ് റിലേഷനായി മാറിയിട്ടുണ്ട്. അത് അജു വർഗീസ് എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. അർജുൻ അശോകൻ, വേണു, ബാലു, എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള എത്രയോ നല്ല ബീച്ചേട്ടൻ. ബീച്ചേട്ടനും ഞാനായിട്ട് പ്രായത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് സുഹൃത്തെന്ന് പറയുമ്പോൾ ആദ്യം എനിക്കൊരു മടിയായിരുന്നു. പക്ഷെ ബീച്ചേട്ടൻ ശരിക്കും എൻ്റെ സുഹൃത്താണ്. ബിടെക് പറഞ്ഞപ്പോ എനിക്ക് ആ സീന ഓർമ്മ വന്നു, ആസാദിന്റെ മരണം എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ബുദ്ധിമുട്ടിയ ഒരു സീനായിരുന്നു. കാരണം ഒരു ക്രൂഷ്യലാണ് അത്. ഇത്രയധികം ആളുകൾ ഇമോഷണൽ ആവുന്നതാണ്. അത് ആ സ്ക്രിപ്റ്റിങ്ങിലും ആദ്യം മുതൽ അതിലുണ്ടായിരുന്നു. പിന്നെ അത് ഷൂട്ട് ചെയ്യും. ഇപ്പൊ നമ്മള് അഡ്യൂസ് അമീഗോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞല്ലോ, ഈ വൈറ്റില ഹബിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട്, അതിൽ നമ്മൾ എന്ത് പ്രീ പ്രൊഡക്ഷൻ നടത്തി എന്ത് പ്ലാനിങ് നടത്തിയെന്ന് പറഞ്ഞാലും ആ ലൊക്കേഷനിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നും അവിടെ നടക്കില്ല. അത് ഒരു ക്യാമറ വെക്കുന്ന മുതൽ ആളെ ക്ലിയർ ചെയ്യുന്ന, ബസ് കയറാൻ വരുന്ന ഒരാളോട് മാറാൻ എങ്ങനെ പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ. എവിടുന്നാ ഒരു കഥ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ സിനിമാ മോഹമൊക്കെ തുടങ്ങുന്നത്? അങ്ങനെ വളരെ വൈകിയാണ് അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായത്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനത്തെ റൈറ്റർ അല്ല ഞാൻ. എൻ്റെ ഈ പറഞ്ഞ സുഹൃത്തുക്കളാണ് എല്ലാവരും. പിന്നെ ഇങ്ങനൊരു ആദ്യമായിട്ട് കെട്ടുവാളൻ്റെ മലാഖ പോലുള്ള ഒരു കഥയെ അപ്രോച്ച് ചെയ്തപ്പം അത് നല്ലൊരു സ്ക്രിപ്റ്റായി, നല്ലൊരു സിനിമയായി. അപ്പോൾ ഒരു പ്രചോദനം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു സിനിമ എഴുതി. അത്രേ ഉള്ളൂ. ഇതിൽ എക്സ്പീരിയൻസ് അങ്ങനെ ഇല്ല എന്ന് പറയാതെ. കെട്ടിയോളുടെ ശേഷം അറിയാലോ നമുക്ക് അതിനെ നെഗറ്റീവായിട്ടും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മാരിറ്റൽ റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ആസിഫ് ഖാൻ ആ സമയത്ത് ഉള്ളപ്പോഴൊക്കെ പറഞ്ഞു. അപ്പൊ അവർ അതിന്റെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ അതിന്റെ ഒരു ആൾക്കാരെടുക്കുന്നതിനെ എങ്ങനെയാ കണ്ട്? നമ്മളിപ്പം അതിനകത്ത് സ്ലീവാച്ചൻ നമ്മുടെ പ്രതിനിധി. അപ്പോൾ അയാൾ ഒരു തെറ്റ് ചെയ്തു, അത് അയാൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റാണ്. ഞാനത് തന്നെയാണ് സംസാരിച്ചത്. ഒരാൾക്ക് റിവീലാകണമല്ലോ ഞാൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ. അത് അയാൾ മനസ്സിലാക്കി ഞാൻ ചെയ്ത് തെറ്റാണ്, ഇങ്ങനെയല്ല ഒരു സ്ത്രീനെ സമീപിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിനെ അങ്ങനെ കൊണ്ടുപോയി, അതാണ് എൻ്റെ. അതായത് പറഞ്ഞത് സ്ലീവാച്ചൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. നമുക്കിപ്പം നമ്മൾ പറയാൻ ഒരു സിനിമ പറയുന്ന സമയത്ത് നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള എല്ലാം പറയും. ഈ തെറ്റുകളാണല്ലോ, തെറ്റുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് പറയുമ്പോൾ ആ തെറ്റ് കാണിക്കണം. അല്ലാതെ അത് നമുക്ക് അപ്പൊ അയാളത് മനസ്സിലാക്കിയതും അത് അയാൾ അഡാപ്റ്റ് ചെയ്തതും എങ്ങനെയാണെന്നാണ് കാണിക്കാൻ ശ്രമിച്ചത്. പിന്നെ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ആണത്.
ചില കഥകൾ പറയുമ്പോൾ നമുക്കത് കാണിച്ചാലേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഞാൻ തന്നെ 2 തവണ ചോദിച്ചപ്പോഴും സ്ലീവാച്ചൻ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്ലീവാച്ചനെ പുറത്തുനിന്ന് കണ്ട ആൾക്കാരാണ് നിങ്ങൾ. ആസിഫ്ക്ക് ആ ഒരാളായി മാറുന്നത് കണ്ട ആൾക്കാരാണ് നിങ്ങൾ. അന്ന് ആ സെറ്റിലെ ഒരു എങ്ങനെയായിരുന്നു ആസിഫ് ഖാൻ ഒരു സ്ലീവാച്ചനാവലും? സ്ലീവാച്ചനെ ഇപ്പൊ ഞാനും തങ്കവും കൂടെ ഇരുന്ന് സംസാരിക്കണ നിനക്ക് മനസ്സിലാവും സ്ലീവാച്ചനെ എവിടെ നിന്നാ കിട്ടിയത്. സ്ലീവാച്ചന്റെ ഷെയ്ഡ്സ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. തങ്കത്തിന്റെ സംസാരമാണ്. തങ്കം ഇപ്പൊ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന പോലെ അല്ല തങ്കം സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഉണ്ട് സ്ലീവാച്ചന്റെ കുറെ മാനറിസവും സംസാരിക്കുന്ന രീതിയും ആ ലൗഡ്നെസ്സും ഒക്കെ തങ്കത്തിൽ നിന്ന് കിട്ടിയതാണ്. തങ്കത്തിന്റെ ഈവൻ ആ മുണ്ട് കുത്തിയിട്ട് ആ നിപ്പുണ്ടല്ലോ അതൊക്കെ തങ്കത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. അപ്പം ശരിക്കും തങ്കം അത് ഇപ്പൊ തങ്കം എൻ്റെ അടുത്ത് ഈ സിനിമയുടെ ക്യാരക്ടർ പറയുമ്പോൾ പോലും അതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഫുൾ ക്യാരക്ടർ സ്കെച്ച് കൊണ്ടുവന്ന് ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ഇയാൾ ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണ്, അത്രയും ഡീറ്റെയിലിങ്ങിലാണ് തങ്കം കഥ പറഞ്ഞു തരിക. അപ്പൊ അത് പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ തങ്കത്തിന്റെ ബോഡിയിലും ചെറിയ ഇപ്പൊ വന്നിരിക്കുന്ന രീതി, ഇപ്പൊ ഈ പറയുന്ന ഒരു സ്റ്റൈല്, അപ്പൊ ഇത് ഇങ്ങനെയാണ് തങ്കം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ ആ മാനറിസം ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ സമയത്ത് സ്ലീവാച്ചൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് തങ്കത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടുക. അതെ എന്റെ മുന്നില് എനിക്ക് ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ അപ്പൊ അതൊക്കെ എടുക്കാന്നുള്ളതാണ്. നമ്മുടെ ഈ സിനിമയിൽ തന്നെയാണ് ഇപ്പൊ സുരാജേട്ടൻ ചെയ്ത ക്യാരക്ടർ. അതില് എനിക്ക് തങ്കച്ചേട്ടൻ അത്ര അറിയാവുന്നുണ്ട്. അതിലൊരു 90% തങ്കച്ചേട്ടനായിട്ട് ഞാൻ കിടന്നുണ്ട്. കഥാപാത്രങ്ങൾക്ക് കുറെ ജീവൻ കൊടുക്കുന്നുണ്ട്, എഴുത്തില് മാത്രമല്ലാണ്ട്. ഉണ്ടയില് വർക്ക് ചെയ്തിട്ടുണ്ട്. ആസിഫ് കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഉണ്ട ശരിയാ, അങ്ങനെ കോമൺ സിനിമകളുണ്ട്. അത് ഉണ്ട നമുക്ക് ഇപ്പോഴും പറയുന്ന ഇമോഷണലി ആ സിനിമയ്ക്ക് വലിയൊരു ഗ്രാഫ് ഉണ്ട്. ടെക്നിക്കൽ സൈഡുകളും അല്ലെങ്കിൽ അതിനുള്ള ഒരു എഫേർട്ടും ഒക്കെ മാറ്റി നിർത്തിയാലും പക്ഷെ റഹ്മാൻ പറഞ്ഞിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അതിന്റെ ക്ലൈമാക്സിലും ഒന്നും. അത് ആക്ച്വലി എന്താ വെച്ചാൽ ഒരു ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിലേക്ക് ഇപ്പൊ ആൾ ഉദ്ദേശിച്ച ഒരു സാധനം ആൾക്ക് ഓക്കെ അല്ലായിരിക്കും, പക്ഷെ അത് ജനങ്ങൾക്ക് ഓക്കെയാണ്, ഇഷ്ടപ്പെടും. ആൾക്കത് പേഴ്സണലി ഇപ്പൊ അനുരാഗരിക്കുമ്പോഴും ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത്. പക്ഷെ ആൾക്ക് ഒരുപാട് 3-4 പടം ചെയ്തിട്ടില്ലേ. അപ്പൊ അത് ഓരോ ഡയറക്ടറിന് അവരുടെ ഒരു തൃപ്തിക്കുറവ് ആൾക്ക് മാത്രം തോന്നിയതാണ്. പക്ഷെ എന്ന് വെച്ചാൽ പടം എല്ലാരും നല്ല രീതിയിലല്ലേ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ ആൾ ഉദ്ദേശിച്ചപ്പോ എന്തായിരിക്കും? അല്ല എന്റെ അഭിപ്രായത്തിൽ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് അയാളുടെ ക്രിയേഷനിൽ ഹാപ്പി ആവാൻ പാടില്ല. അപ്പോഴാണ് അതിന്റെ മുകളിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുള്ളൂ. വീണ്ടും ഇത് കുറച്ചും കൂടെ നന്നാക്കാം എന്ന് തോന്നുന്നുണ്ട്. നമുക്കിത് ഇത് കൊള്ളാം എന്ന് ഇതിന്റെ മുകളിലേക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഉണ്ട് കുറച്ചതിന് മെനക്കെട്ട ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിന്റെ പുറത്തു പോയി ചെയ്തത് ഈ പറഞ്ഞ നമ്മൾ അടിയോ സമീപോ ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട്. ഈ പറഞ്ഞ ട്രാവൽ ചെയ്ത് കാടിനകത്ത് പോയി ഷൂട്ട് ചെയ്ത് ഞാൻ ഒറ്റ സീനിലാണ് അതിനകത്തുള്ള ആ ട്രെയിനിൽ വരുന്നത്. അത് തന്നെ ഷൂട്ട് ചെയ്ത് അന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ് അവിടെ. അത് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഹ്മാൻ അത് റെയിൻ ഷൂട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഇവന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറും. കാര്യം ഇതിന് എൻഡ് റിസൾട്ടിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഈ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ ഒരു പെർട്ടിക്കുലർ ക്രോസിംഗ് നമുക്ക് വേണം, പാലം താഴെ പുഴ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കാറ്റുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ആ ഫ്രെയിമിൽ ഈ പുഴ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോയി റീടേക്ക് ആണെങ്കിൽ ഇവൻ വോക്കി ടോക്കി കൂടെ അസോസിയേറ്റ്, ഇവനാണ് അവിടെ ഇരിക്കേണ്ടത് എഞ്ചിൻ റൂമിൽ. അപ്പൊ ഇവന്റെ അടുത്ത് പറയണ ട്രെയിൻ നിർത്ത്, പുറകോട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോക്കോ പൈലറ്റ് ഇങ്ങനെ സാറേ ഇത് കാറ് ചേട്ടാ വണ്ടി ബാക്കി അപ്പൊ പറയാം പൊന്നു സാർ ഇത് ബസ്സല്ല. പിന്നെ അത് വേണം ഇതിന്, അത് എടുത്തിട്ടേ പോവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇനി 1.5 മണിക്കൂർ ഫ്രണ്ടിൽ പോയി യൂട്ടേൺ എടുത്ത് വന്നെന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. അങ്ങനെയുള്ള ഒരു തൃപ്തിയാവാൻ പാടില്ല. അതെ, അതില് അഭിറാം അതേപോലെ ലുക്കുക്കാന്റെ ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അത് ഒരു പൊളിറ്റിക്കലായ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഫൈറ്റും അവസാനം അഭിയേട്ടൻ ചോദിക്കുകയാണ് അവൻ എവിടെ, അവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലുക്കുക്കാന്റെ ഒരു ചിരിയുണ്ട്. ആ സീൻ അതില് ഏറ്റവും നന്നായി പൊളിറ്റിക്സ് പറഞ്ഞൊരു സീനായിട്ട്. ആ സീനിന്റെ കൊറിയോഗ്രാഫർ ഫൈറ്റ് മാസ്റ്റർ റഹ്മാനിക തന്നെയാണ്. ആ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്ത് ആള് തന്നെയാണ് അതിന്റെ കൊറിയോഗ്രാഫി. ഈ ആക്ടർ തങ്കം ആഗ്രഹത്തിന്റെ പുറത്ത് ആക്ടിങ് അല്ല, സുഹൃത്തുക്കളല്ലേ എല്ലാവരും. അവര് വിളിക്കുമ്പം ഉത്തരം ഒന്നാണ്. എഴുത്തിനും വിളിച്ച് നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനൊന്നല്ല, എന്നാലും നമ്മളിപ്പോ ഇങ്ങനെ ഇപ്പൊ തല്ലുമാല അതിന്റെ കാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് തങ്കച്ചേട്ടനെ വിളിക്കാം, അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. സൗഹൃദം തന്നെ പറയുമ്പോൾ കുറേ സിനിമകൾ ഇപ്പോൾ ബിടെക് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സെബാനെ പോലെയുള്ള ഒരു ക്യാരക്ടർ
ചില്ലായ ഈ ഒരു ഷെയ്ഡൊക്കെ പറയാൻ പറ്റും സെബാന. അതേപോലെ ഹസ്ബൻഡ്സ് ഇൻ ഗോവയിലെ അർജുൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് അല്ലേ. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ പലരും ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റിയിൽ ഒരു കുറവ് വരുന്ന കാണാറുണ്ട്, അല്ലെ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു എന്ന് ചിലർ പറയും. അത് നമുക്ക് പ്രേക്ഷകർക്ക് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ആസിഫ് ഖാൻ്റെ തോന്നിയിട്ടില്ല. ആസിഫ് ഖാൻ ഏത് സീരിയസ് ക്യാരക്ടർ ചെയ്ത് പിന്നെ ഒരു ഫൺ ആയാലും അല്ലെങ്കിൽ ഭയങ്കര ക്രൂവൽ ആയാലും ഫ്ലെക്സിബിലിറ്റി വളരെ സുഖമായിട്ട് നമുക്ക് തോന്നുന്നു. അല്ല എനിക്കിപ്പോ ഈ പറഞ്ഞപ്പോ സെബാന്റെ ആണ് എനിക്ക് ഉണ്ടായിരുന്നൊരു പേടി. പക്ഷെ എനിക്ക് ഈ വായിച്ചു കഴിഞ്ഞപ്പോ ഇവര് രണ്ട് ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആയിട്ട് തന്നെ തോന്നിയത്. പിന്നെ ഈ എനർജി ലോസ് എനിക്ക് ഇതെല്ലാം ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് കമ്പാരിസൺ എന്റെ മനസ്സിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഇതില് ശരിക്കും ഈ ക്യാരക്ടറിനെ കാണുമ്പോ തന്നെ നമ്മളിപ്പോ ഒരു 100 ആണ് സ്കെയില് വെക്കുന്നതെങ്കിൽ ഇയാളെ കാണുമ്പോൾ ഇയാളെ 75-ലാണ് വന്ന് ഇറങ്ങുന്നത്. ലാൻഡ് ചെയ്യുന്നത് 75-ലാണ്. പിന്നെ അവിടെ നിന്ന് അത് അങ്ങനെ കയറിയും കുറഞ്ഞും നിൽക്കണം. അപ്പൊ അത് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, തങ്കം ഇങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഓപ്പൺ ആവും ഇനി ഓപ്പൺ ആവണം എന്ന് പറയും. അതാണ് അയാള് ലൗഡല്ല എന്ന ലൗഡാണ്, ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. എനിക്ക് അത് എത്രത്തോളമൊക്കെ വർക്ക് ആയെന്നുള്ളത് സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ഗൈഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഇപ്പൊ നമ്മള് ഒരു ഫസ്റ്റ് ടേക്ക് ഓക്കെ വെക്കുക എന്നും നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഷോട്ട് പോലും ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. അത്രയും നമ്പർ ഓഫ് ടേക്സ് അങ്ങനെ എടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ എൻ്റയർലി ഞാനല്ലാത്തൊരു മനുഷ്യനായിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മാനർസവും ഇവര് രണ്ടുപേരും, അതായത് 2 പേരാണ് ഹെഡ്ഫോണും വെച്ച് മോണിറ്ററിൽ ഇരിക്കുന്നത്. അപ്പൊ തങ്കം ഇങ്ങനെ ഡയലോഗ്സ് നോക്കും, നഹാസും ആക്ഷൻസ് നോക്കും. അതിപ്പോ നമ്മൾ സുരാജേട്ടനും ഞാനും കൂടെ ഇങ്ങനെ ചില സമയത്ത് ക്യാരവനിൽ വന്നിട്ട് ഇങ്ങനെ തലവേദന എടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്നത് അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, വൈറ്റ്ല ഹബിലും ചേർത്തല ബസ് സ്റ്റാൻഡിലും കൊല്ലം ബസ് സ്റ്റാൻഡിലും ഒക്കെയാണ്. അപ്പൊ ആളുകളുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ഭീകരമായിട്ട് നമ്മളെ ബോദർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഷോർട്ടിന് പോകുന്നതിനോ റീടേക്സ് പോണതിനോ ഒന്നും ഒരു ഭയം ഉണ്ടായിട്ടില്ല. ഈ ബസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, ആശാന്റെ എല്ലാം ഉണ്ട്. ഈ അരൂര് വൈറ്റ്ല ഹബ് ടു അരൂര് പോയിന്റ് വെക്കുമായിരുന്നെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കേണ്ട സമയമായി. അത്രയും ആ ബസ് പോയിട്ടുണ്ട്. നല്ല രസം, ഭയങ്കര രസമുള്ള ഷൂട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് മൊത്തം ഞാൻ ചിലപ്പോൾ പറയാൻ മറന്നു, ഈ ബസ്സിൻ്റെ അകത്തുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും ഓഡിഷൻ ചെയ്ത് ഇതിനകത്ത് ഓരോ സ്റ്റോപ്പ്, അതായത് കൊച്ചിന്ന് തുടങ്ങി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെയുള്ള ഓരോ സ്റ്റോപ്പിൽ കയറുന്നത്, ഇറങ്ങുന്നത്, അതിലുള്ള ആളുകൾ, അവരുടെ യാത്രയുടെ പേർപ്പസ്, ഇതിനെല്ലാം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഓഡിഷൻ ചെയ്ത് ഇവർക്ക് കൃത്യമായ കോസ്റ്റ്യൂമും ഗെറ്റപ്സും മേക്കപ്പും പ്ലാൻ ചെയ്തിട്ടാണ് ഇവരെ ബസ്സിൽ വെച്ചത്. രണ്ടുകൂടി ആക്ച്വലി പോയായിരുന്നു, കൊച്ചി വൈറ്റില ഹബ്ബിന്ന് ബസ് കയറി കൊല്ലം വരെ പോയായിരുന്നു. അപ്പൊ നമ്മൾ ആ യാത്രയിൽ കണ്ട കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്തുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം RCC അമ്മച്ചി അപ്പച്ചനൊക്കെ ഓൾറെഡി അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്ത ടൈമിൽ അങ്ങനത്തെ 2 പേരുണ്ടായിരുന്നു. അതെ, അപ്പൊ നമ്മൾ അവരുടെ കോസ്റ്റ്യൂം ഒക്കെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് മൊത്തം അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഓരോരുത്തർക്ക് ഓരോ റീസൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു ഈസി ഷൂട്ട് അല്ല ഇത് ചെയ്ത സമയത്ത് ഇതിന്റെ കൃത്യമായ ഹോംവർക്ക്, ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങള് ചാക്കോച്ചൻ, ബിജേട്ടൻ, ആസിഫ് ഖാൻ ഇരുന്ന ഒരു ഇത് ഒരുപാട് വൈറലായിരുന്നു. നല്ല രസം. നമുക്ക് ഓർഡിനറിയിലെ ഭദ്രനും സുഖവും ഇരവീനയും കണ്ട ഒരു ഇതൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ ഒരു റീല് കണ്ടപ്പോൾ അത് വൈറലാവുകയും ചെയ്തു. അതിന്റെ കമന്റ് ബോക്സ് ഈ സന്തോഷത്തോടെയാണ് തുറക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ബിജേട്ടന് നിങ്ങൾ തമാശ പറയുന്നു. പക്ഷെ അതിന്റെ താഴെ ഞാൻ കണ്ടത് ഒരു സങ്കടപ്പെടുത്തിയ കമന്റ് ബോക്സ് ആയിരുന്നു. അത് മതമാണ്, അവിടെ മതസൗഹാർദ്ദം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുറക്കുന്ന ആ പോയിന്റ് വരെ നമ്മൾ ഇതിൽ മതം കണ്ടിട്ടില്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് അതിലെന്തിനാണ് ഒരു മതസൗഹാർദ്ദം എന്ന് ആലോചിച്ചു പോയി. എല്ലാവരും എഴുതുമ്പോ അതെ നമ്മള് ചിന്തിക്കുമ്പോ എന്തുകൊണ്ടാണ് അവരത് ഇടുന്നതെന്നറിയോ? ഇപ്പം അത്രയും പോസിറ്റീവ് ഉണ്ടായിട്ട് നമ്മൾ ആ കമന്റ്സ് വായിച്ചു, നമ്മൾ മറന്നുപോയി, നമ്മൾ ആസ്വദിച്ചു മറന്നുപോയി. നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എഴുതിയത് കൊണ്ടാണ്. അത് തന്നെയാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നെഗറ്റീവ് പറയുന്നത്. ഇപ്പം നമ്മൾ പോലും പേഴ്സണലി ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് നമുക്ക് ഇൻബോക്സ് തുറന്ന് നോക്കുമായിരുന്നു, മെസ്സഞ്ചറിലൊക്കെ പണ്ട്. അപ്പോൾ ഇൻബോക്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മളോട് നല്ലത് പറയുന്നതും നമ്മളെപ്പറ്റി നല്ലത് പറയുന്നതും ആയ ആൾക്കാരെല്ലാം നമ്മൾ വായിക്കും. ചിലപ്പോൾ ഒരു സ്മൈലി തിരിച്ചയക്കും, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളോട് മോശമായിട്ട്
നീ ആരാന്നാ നിന്റെ, നീ എന്തൊരു ജാടയാണ്, നീ എന്തൊരു ഫെയിലാണ് എന്നൊരാളെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ ചിലപ്പോൾ അയ്യോ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ, ഒരു കോൺവെർസേഷൻ വരെ അവിടെ സ്റ്റാർട്ട് ആവാനുള്ളതുണ്ട്. നമ്മൾ അയാളെ ശ്രദ്ധിക്കും, ആ പേര് നമ്മൾ നോക്കും, പ്രൊഫൈലിൽ കയറി നോക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് പറയുന്നത്. അത് നമ്മുടെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡാണത്. അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത് നമ്മൾ വായിച്ച് വിട്ട് തന്നെ. ഈ ഇടയ്ക്ക് ഷർഫുക്ക ഒരു വേദി, ദുബായിലെ വേദിയിലൊക്കെ ആങ്കർ ആസിഫ് അലി അങ്ങ് പുറത്തേക്ക് എത്തിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കൂടെ. അതുപോലെ വേറൊരു ട്രോളായിട്ട് ആങ്കർ പുറത്തിറങ്ങി എന്ന് പറയുന്നത് സ്റ്റേജ് കാണുമ്പോ അത് എനിക്ക് ക്രൗഡ് ഇന്ററാക്ഷൻ ഇഷ്ടമാണ്. എനിക്ക് ആളുകളോട് സംസാരിക്കാനും അവരുടെ ഈ എനർജി ഫീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇവന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ കാണാൻ വരുന്നത്? നമ്മൾ എന്റർടൈനേഴ്സ് ആണ്. നമ്മൾ എന്റർടൈൻ ചെയ്യണം, അവരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, അവർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കും. അത് പണ്ടേ ഉള്ള ശീലമായി. ഞാനൊരു 12 വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇന്ന് എന്താണോ ആസിഫ്ക സംസാരിക്കുന്നത് അതുപോലെ പുള്ളി അതിൽ സംസാരിക്കുന്നത്. നമുക്ക് സാധാരണ 12 വർഷം മുമ്പ് ഒരു പയ്യൻ സിനിമയിലോ അന്ന് 10 സിനിമ എന്തോ ചെയ്ത എങ്കിലും ഒരു 20s നിൽക്കുന്ന ഒരാളുടെ നെർവസ്നെസ്സോ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജോ ഒന്നും കാണുന്നില്ല. ഇത് ഇന്നത്തെ ആസിഫ്ക്കാണല്ലോ, രൂപത്തിൽ മാറ്റം മാത്രമേ. എങ്ങനെയാ അങ്ങനെ നമുക്ക് ആ ഒരു റൂട്ടഡ് ആവുന്നും കൂടെ ഉണ്ട് അതിൽ പറയുന്നുണ്ട്. എൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ കണ്ടാലും ഞാൻ സംസാരിക്കുന്നത് കേട്ടാലും സിനിമാ നടനാന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. അത് ഞാനൊരു പ്ലസ് ആയി എടുക്കുന്നു അന്ന് പറഞ്ഞത്. റൂട്ടഡായി നിൽക്കണ്ടേ നമുക്ക് കാശ് കൂടുന്നു, നമ്മുടെ ഫെയിം കൂടുന്നു, ഇതിനനുസരിച്ച് അതുപോലെ നിൽക്കുന്നു. അതേപോലെ ആ കോൺഫിഡൻസ് അന്നും ഉണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് പറയട്ടെ പടത്തില്. അതായത് ഇപ്പൊ ഈ സിനിമയിൽ സുരാജേട്ടനെ ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഇവര് സിനിമയിൽ വരുന്ന ടൈമിൽ നമ്മൾ സിനിമ ആഗ്രഹിച്ചാണ് അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് കയറാൻ ട്രൈ ചെയ്ത് വന്നത്. അപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിൽ ഇപ്പൊ ആസിഫിക്കൊക്കെ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മറ്റേ ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ആ ഒരു രീതിയിൽ ആസിഫിക്കാനെ ഭയങ്കര പുതുമുഖ ഒരു ആക്ടർ പോലെ തന്നെയാണ് തോന്നുന്നത്. ആദ്യം ചെയ്യുന്ന ഒരാള് എടുക്കുന്ന നമുക്ക് അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ നിന്ന് അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 3, 4, 5 അത് നമ്മൾ പറഞ്ഞില്ലേ സൗഹൃദം ഉണ്ടല്ലോ, അത് ആസ്വദിക്കുമ്പോൾ സിനിമ നന്നാവുന്നു. ഞാൻ അത് ശരിക്കും ഫീൽ ചെയ്യുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലാണ്. ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുന്നു. ഇപ്പൊ അപൂർവരാഗമാണെങ്കിലും മൃദുവാണെങ്കിലും കഥോടുന്നതാണെങ്കിലും ഒക്കെ സെവൻസ് വരെ സീനിയേഴ്സിന്റെ കൂടെയാണ്. അതിനൊരു സിനിമ ലൊക്കേഷന്റെ ഒരു സീരിയസ്നെസ്സും ഒരു ഡിസിപ്ലിനും ഒക്കെ ഉണ്ടായിരുന്നു. ഓൾഡ് സ്കൂൾ എന്നല്ല, അവരും ശീലിച്ചത് അതാണ്. അത് ബ്രേക്ക് ആവുന്നത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലാണ്. സുഹൃത്തുക്കൾ വന്ന് സിനിമ ചെയ്യുന്നു, അവരെല്ലാം ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് അതൊരു വലിയ ആഡ് ഓൺ തന്നെയായിരുന്നു. അതിന്റെ ഒരു സിനിമ റിലീസായപ്പോൾ ആ സൗഹൃദം അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പിന്നെ കീപ്പ് ചെയ്തത് എപ്പോഴും. അപ്പൊ അത് ഒരിക്കലും ഞാൻ അവിടെ ഒരു ആക്ടർ ആണെന്നോ എനിക്ക് ഇവിടെ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും ടേക്സ് പോണോ എന്തിനാണെന്ന് ഞാൻ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ചെയ്യുന്ന സിനിമ നന്നാക്കാൻ നമ്മളെല്ലാവരും ചേർന്നിടുന്ന ഒരു എഫേർട്ട്. അപ്പൊ അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പൊ ഈ ഇടയ്ക്കുണ്ടായ വിഷയം അത് ആസിഫ് ഖാനെ ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടിയ ഒരു പിന്തുണ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആസിഫ് അലിന്റെ പടങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ആ പടങ്ങളെ പറ്റി എഴുതുന്ന കാണാം, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു വിഷയം. പക്ഷെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമുക്ക് പിന്നിലുണ്ട് എന്നും ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും, ഒരു വിഷയം കൊണ്ട് അതെന്തോ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് കോൺഫിഡൻസ് കൂട്ടുന്നുണ്ടോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ? കോൺഫിഡൻസ് കൂട്ടുന്നുണ്ടോ വെച്ചാൽ ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയോ ആണ് ആളുകൾ ഇഷ്ടപ്പെട്ടത്. അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ആയിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. കാര്യം ഞാൻ ചിലപ്പോൾ മോശമായിട്ട് ഇനി ഒരു ദിവസം പെരുമാറിയാൽ ഇവർ എന്നെ പറ്റി മോശം പറയും. പക്ഷെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണ് ആ സപ്പോർട്ട് ചെയ്ത എല്ലാവരും. അവര് അങ്ങനെ ആ കാര്യം അത് ഹാൻഡിൽ ചെയ്ത രീതിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. നല്ലത് മാത്രം ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ടായേക്കാം, ഇത് ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പല സമയത്തും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്നും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയോ ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഇതിപ്പോ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ നല്ല സിനിമ അല്ലെങ്കിൽ ആരും കാണാൻ വരില്ല. ഞാനിങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞതുകൊണ്ടോ ഞാൻ അങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടോ എൻ്റെ സിനിമയ്ക്ക് അത് ഒരു പ്ലസ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ ആളുകൾ കാണുള്ളൂ.
ജിസേട്ടന്റെ ഒരു ഡയലോഗ് ആ സമയത്ത് പറഞ്ഞു, അപ്പുറത്ത് നിൽക്കുന്നവന്റെ മനസ്സൊന്ന് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് വലിയൊരു ക്രൗഡ് നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴും നമ്മൾ അപ്പുറത്തുള്ള ആളെ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത് മതി എന്ന് പറയാൻ പറ്റുകയെന്ന് അറിയുന്നില്ലേ? അതൊക്കെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പൊ ജിസിന്റെ ഡയലോഗിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയലോഗ് റൈറ്ററാണ് തങ്കം. നമ്മള് ഇപ്പൊ കെട്ടികളാണെന്റെ മാലാഖയിൽ എഴുതിയ ഡയലോഗ്സിനും ഒക്കെ കുറേ നമ്മൾ പറയുന്ന ഒരു എവറിഡേ യൂസേജ് ആയിട്ട് എവറിഡേ ലാംഗ്വേജിലാണ് അത് പറയുന്നതെങ്കിലും അതിൻ്റെയൊക്കെ ഇന്നർ മീനിങ്സ് ഭയങ്കര രസമാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ എൻ്റെ ക്യാരക്ടർ സംസാരിക്കുന്ന പല കാര്യങ്ങളും പേഴ്സണലി എനിക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇയാൾ എന്തൊക്കെ പറയുന്നു എന്നല്ല, ഇയാളുടെ എക്സ്പീരിയൻസ് പറയുന്ന കുറേ സിറ്റുവേഷൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. അതിലൊക്കെ തങ്കം എഴുതിയ ഡയലോഗ്സ് ഉണ്ട്. അപ്പം നമ്മൾ സിനിമയുടെ ബാഡ് ഇൻഫ്ലുവൻസിനെ പറ്റി മാത്രമാണ് നമ്മൾ പല സമയത്തും സംസാരിക്കുന്നുള്ളൂ. നല്ല ഇൻഫ്ലുവൻസ് സിനിമയ്ക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് റൈറ്റേഴ്സിൻ്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ റൈറ്റേഴ്സ്, അങ്ങനെയുള്ള റൈറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇത് പറഞ്ഞു സ്ലീവ് വാച്ചിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, പണ്ട് ആസിഫ് അതിന്റെ ഒരു ആക്ടർ പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ആ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, കാരണം എനിക്ക് ഓർമ്മയുണ്ട് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നത് സ്ലീവ് വാച്ചിനൊപ്പമായിരുന്നു. ഈ പറഞ്ഞ മറ്റു രീതിയിൽ ഞാൻ ചിന്തിച്ച സ്ലീവ് വാച്ചൻ തെറ്റിതിരുത്തുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സിനിമയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് വളരെ ക്രൂഷ്യൽ അല്ലേ, ഈ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്? അങ്ങനൊന്നും ചിന്തിച്ചിട്ടല്ല അതൊന്നും ചെയ്തത്, അതങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെ പ്രതീക്ഷിച്ചു തരാം. ശ്രീവാച്ചന്റെ ക്ലൈമാക്സിനെ പറ്റി ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു റൈറ്റർ പെർസ്പെക്റ്റീവ് ചിലപ്പം അതിന്റെ ഫിലിം മേക്കിങ്ങില് ഭയങ്കര ഓർഗാനിക് ആയിരുന്നു എല്ലാം. ഇപ്പൊ ഞങ്ങള് ആക്ച്വൽ ക്ലൈമാക്സിൽ ആ സീനിൽ ഇനി ഒരു 3 പേജും കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് റിൻസിയുടെ കൂടെ ബെഡിൽ കയറി ഇരുന്ന് കഴിഞ്ഞുള്ള കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 പേജും കൂടെ നമ്മുടെ ആക്ച്വൽ സ്ക്രീൻ പ്ലേയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഇരുന്ന് കഴിഞ്ഞ് സംസാരിച്ച ആ ഡയലോഗ്സ് കഴിഞ്ഞപ്പോൾ നഹാസും നിസാമും തങ്കവും കൂടെ എന്നെ വിളിച്ചിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഇത് നമ്മൾ കൺവേ ചെയ്തു, ഇനി ഇത് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വലിപ്പിക്കണോ എന്നുള്ളത് ഇവരുടെ ഒരു തീരുമാനമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു, ഓർഗാനിക് ആയിരുന്നു അത്. അപ്പൊ അവിടെ പിന്നെ നമ്മൾ അതിനെ വീണ്ടും ഇരുന്നിട്ട് സ്ലീവ് വാച്ചൻ റിൻസിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന്റെ ആ ഭംഗി അങ്ങ് പോകും. അത് തിരിച്ചറിഞ്ഞ ആ പോയിന്റില് എഗെയിൻ ഈ സൗഹൃദമാണ് കേട്ടോ, ഇത് ഞാൻ എഴുതിയതാണ്, അത് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു റൈറ്റർ പറയുകയും അല്ലെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ ഞാൻ കണ്ട സ്ക്രിപ്റ്റിൽ ഞാൻ ഡേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് ഇതല്ല എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തം നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഇതും ഈ സൗഹൃദത്തിന്റെയാണ്. അമീഗോ. അപ്പോൾ അഡിയോസ് അമിഗോക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.